നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം അജു അലക്സ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയല്ലെന്ന അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. ചെകുത്താൻ പേജുകളിലടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും. കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെക്കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു. എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല. ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. മോഹൻലാലിനെതിരെ സൈന്യത്തിൽ തന്നെ പരാതി നൽകും. ദുരന്തമുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടത്. ജീവൻ രക്ഷിക്കാനുള്ള മിലിറ്ററിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത്. സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു. പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞു. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നെങ്കിൽ ഇത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു. ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇത്തരത്തിലെടുത്ത ചിത്രങ്ങൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഞാൻ ഒളിവിലാണെന്നൊക്കെ പ്രചരിപ്പിച്ചു. സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് തുടർ നടപടിയുണ്ടായത്. അഴിക്കുള്ളി ആയതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിച്ചത്. താൻ സ്റ്റേഷനിലെത്തിയ ശേഷം പിന്നീട് പല കാര്യങ്ങളും പ്രചരിച്ചുവെന്നും അജു അലക്സ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തിരുവല്ല പോലീസ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. നേരത്തെ യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്തു നിന്നും കമ്പ്യൂട്ടർ അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു. ചെകുത്താൻ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന തിരുവല്ല മാഞ്ഞാടി സ്വദേശി അജു അലക്സിനെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നായിരുന്നു ചെകുത്താനെതിരെ നടപടി വന്നത്. ഭാരതീയ ന്യായ സംഹിത 192, 236, കേരള പോലീസ് ആക്ട് 2011, 120 വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരായ കേസ്. മോഹൻലാലിന്റെ ആരാധകരെ വിദ്വേഷമുളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നാണ് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത്. നിരൂപണം എന്ന പേരിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് താരസംഘടനയുടെ തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ സന്ദർശനത്തെയായിരുന്നു അജു അലക്സ് രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചത്. മോഹൻലാലിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ചെകുത്താനെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 താരവും സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണയും അഭിപ്രായപ്പെട്ടത്. പണ്ടെങ്ങാണ്ടോ മോഹൻലാൽ ആരാധകർ എന്തോ പരാതി കൊടുത്തതല്ലാതെ മോഹൻലാൽ ഇന്നുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സായി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.